ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി, വാസ്തവത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. നിങ്ങളിൽ പലരും കേട്ട് കാണുമായിരിക്കും. ഞാനൊരു എൻജിനീയറായിട്ട് ആദ്യം ജോലി ആരംഭിച്ചത് ടാറ്റ കമ്പനിയിലായിരുന്നു. ടാറ്റ ആൻഡ് സ്റ്റീൽ ഫാക്ടറി, ജാംഷഡ്പൂർ. ഇവിടെ നിന്ന് ആ കാലത്ത് കരിവണ്ടിയാണ്. അവിടെ പോയി അവിടെ മുഴുവനും കരി. എനിക്ക് കിട്ടിയ ജോലിയോ കൽക്കരി പൊടിക്കുന്ന വലിയ യന്ത്രങ്ങളുടെ ഇടയിലായിരുന്നു. ഫുൾ ഡേ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ കറുത്ത് കരിക്കട്ട പോലെയാവും. എൻ്റെ പല്ലും കണ്ണും മാത്രമേ കാണാൻ പറ്റില്ല. അതുപോലെ കറുത്ത്, മൂക്കിലും വായിലൊക്കെ കറുത്ത കരിങ്കല്ലല്ലാതെ കൽക്കരി പൊടി പോയിട്ട് ഇങ്ങനെ എപ്പോഴും കാർപ്പിച്ചു. അവർ പറയും പഴം തിന്നാൽ മതി എന്ന് പറയും. പഴം ഇടയ്ക്ക് എടുത്തിട്ട് വല്ലതിങ്ങനെ വിഴുങ്ങും. അങ്ങനെ ഈ കരിയൊക്കെ അകത്തേക്ക് പോകാൻ വേണ്ടി വയലൊക്കെ ഇങ്ങനെ കരി കെട്ടിട്ട്. പക്ഷെ അന്ന് എനിക്ക് തോന്നി ഈ അന്ധകാരത്തിൽ ഒരു പ്രകാശം ഉണ്ടാകും. ഇന്ന് ആ പഴയ നിയമത്തിൽ ആദ്യ വചനങ്ങൾ ഓർക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ ജോലി തുടങ്ങിയത്. ഓക്കെ, ആ കാലഘട്ടത്തിലുണ്ടായ അവിടെ വലിയൊരു മിഷ്യൻ ഇൻഡിജീനിയസ് ആയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുവാൻ ആയിരുന്നു. കൽക്കരി പൊടിക്കുന്ന ഒരു വലിയ മില്ല്. അതിൻ്റെ ഒരു പ്രധാന ഭാഗം ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന, അത് പ്രവർത്തിപ്പിക്കാൻ ഒരു ജർമ്മൻ എഞ്ചിനീയർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അವೆല്ലാം തയ്യാറായി. ഇനി ഇതിനെ കമ്മീഷൻ ചെയ്യണം. ഇതിനെ ആദ്യമായിട്ട് പ്രവർത്തിപ്പിക്കണം. അത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ തെറ്റുപറ്റാം. അതുകൊണ്ട് ആ ജർമ്മൻ എഞ്ചിനീയറിനെ കൂടെ ഞാനൊരു ഇന്ത്യൻ എഞ്ചിനീയർ ഇത് പഠിക്കാനും അദ്ദേഹത്തെ സഹായിക്കാനും ഒക്കെ ആയിട്ട് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഞങ്ങളൊരു മാസം രാവും പകലും ഇതിനെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. പ്രവർത്തനമാകുന്നില്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ നിരാശനായി തിരിച്ചു പോവുകയാണ്. ഒരു ജർമ്മൻ ആ ദൗത്യം നിർവഹിക്കാതെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ക്രൈം പോലെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊരു ഭയങ്കര ക്ഷേമാണ് അവരെ സംബന്ധിച്ച്. അവർ ഭയങ്കര കഴിവുള്ളവരും ചെയ്യാൻ ഉത്തരവാദിത്വമായിട്ട് ചെയ്യുന്നവരുമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവർ തിരിച്ചു പോകാനോ അവരുടെ ഒരു ചട്ടപ്രകാരം. പക്ഷേ അങ്ങനത്തെ അവസ്ഥയിൽ തിരിച്ചു പോയി. അയാളവിടെ പോയിട്ട് ഇനി മറ്റേ എഞ്ചിനീയേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കാൻ സമർത്ഥനാകാത്തത്, ഇനി ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചയക്കേണ്ടി മെഷീൻ തന്നെ. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് ഇത് ഇത്രയും പൈസ ചിലവാക്കി മേടിച്ച സാധനം അവർ പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒന്നും ചെയ്യാനില്ല. ഞാൻ ആ മെഷീൻ്റെ അടുത്ത് പോയി വളരെ കുണ്ഠിതനായി, നിരാശനായി, വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. വലിയ മെഷീനാണ്. അപ്പം അതിനെ നോക്കിയിങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരാശയം ഉദിക്കുകയാണ്. ദൈവമേ, ഈ ഒരു മാസം മുഴുവനും ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടിട്ടുകൊണ്ട് പണിയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് അവർ വരച്ചു വെച്ചിരിക്കുന്ന നിയമങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ട് അങ്ങേക്കറിയാലോ എന്താ വാസ്തവത്തിൽ നടക്കാത്തതിൻ്റെ കാരണമെന്ന്. അറിയാമോ? അറിയില്ലയോ? അങ്ങേക്കെല്ലാം അറിയാലോ. ഞാൻ ആ കരിയുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന പോലെ പറഞ്ഞു, ദൈവമേ, എനിക്കൊന്നും അറിയില്ല, എന്നാൽ അങ്ങേക്കെല്ലാം അറിയാമല്ലോ.
അങ്ങൊന്ന് പറഞ്ഞു തന്ന ഇതെന്താ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, കർത്താവ് എന്നോട് പുഞ്ചിരിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കർത്താവൊന്ന് പുഞ്ചിരിക്കുകയാണ്. ആഹാ, അറ്റ് ലാസ്റ്റ് യു നോ ദാറ്റ്. അവസാനമായിട്ട് നിനക്കിത് മനസ്സിലായി, എനിക്കെല്ലാം അറിയാമെന്ന്. മനസ്സിലായോ? വാസ്തവത്തിൽ ഇവിടെയാ നമ്മുടെ പ്രശ്നം. ശരിക്കും കർത്താവ് ഇങ്ങനെ നമ്മളുടെ ഈ 1 മാസവും നീ ചെയ്യും, നീ പണി കാണട്ടെ എന്നുള്ള മാതിരി അവിടെ അടുത്ത് നിൽക്കുന്ന മാതിരി തോന്നണേ. അവസാനം താൻ കൈ ഉയർത്തിയപ്പോൾ, കർത്താവ് എനിക്കൊന്നും അറിയില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, മാത്രമല്ല കർത്താവ് നിനക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞപ്പോൾ, ആഹാ, ഇത് തന്നെയാണ് ജോബ് പറഞ്ഞത്. കർത്താവ് ഈ കാലം അത്രയും ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ നിന്നെ ശരിക്കും കണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ എന്തോ ഒരു മഹാസമുദ്രമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, വാട്ട് ഐ നോ ഈസ് എ ഡ്രോപ്പ് ആൻഡ് വാട്ട് ഐ ഡു നോട്ട് നോ ഈസ് എൻ ഓഷൻ. നമ്മുടെ അറിവ് ഒരു എണ്ണോളമാണെങ്കിൽ നമ്മൾ അറിയേണ്ടത് ഒരു കടലോളമാണ്. അതെല്ലാവരും പറഞ്ഞ്, നമ്മുടെ അറിവ് എണ്ണോളമാണെങ്കിൽ നമ്മൾ അറിയാത്തത് ഒരു കടലോളമാണ്. എന്തിനു പറയണു? ഒരു 2-3 മിനിറ്റ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ, അന്ന് വരെ ഈ ദിവസങ്ങളിൽ ഒന്നും ചിന്തിക്കാത്ത ഒരു പുതിയ ഐഡിയ ഇത് പ്രവർത്തിപ്പിക്കാൻ എനിക്ക് കിട്ടി. ഞാൻ പിന്നെ അവിടെ ഇതാണ്, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇല്ലേ, മുടിയനായ പുത്രൻ്റെ കാര്യം പറഞ്ഞ പോലെ അപ്പോൾ അവന് സുബോധമുണ്ടായി. സുബോധമുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അവനോട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ ഇരിക്കാൻ പറ്റുന്നില്ല. അവൻ എഴുന്നേറ്റു, അവൻ ഓടി എന്ന പോലെ ഞാൻ അവിടെ നിന്ന് ഓടുകയാണ്. ആളുകളെല്ലാം എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. ഓടി ചീഫ് എഞ്ചിനീയറുടെ മുറിയിൽ ചെന്ന് ഞാനിങ്ങനെ അടയ്ക്കണം. പക്ഷേ അയാൾ തമിഴനാണ്. പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാം. അപ്പോൾ അവരെല്ലാവരും തലപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയിൽ നിന്ന് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയ മെഷീൻ അവിടുത്തെ എഞ്ചിനീയർ വരെ വന്നിട്ട് നടത്താൻ പറ്റാനുണ്ട്, എന്ത് ചെയ്യും? ഇയാളെ ഇത് കേട്ടിട്ട് ഇയാൾ പറഞ്ഞു, നീ എന്നെ പണ മുടിയും, അത് ജർമ്മൻ എഞ്ചിനീയർ പണ മുടിയാത്ത കാര്യം നിനക്ക് പണ മുടിയും. അതാണ് നമ്മളുടെ വേറൊരു ജ്ഞാനം. ഏത്? വെള്ളക്കാരൻ എല്ലാം അറിയാം, നമുക്കൊന്നും അറിയില്ല. അപ്പൊ ആ വെള്ളക്കാരന് ചെയ്യാൻ പറ്റാത്ത കാര്യം നീ കറമ്പൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഞാനിപ്പോ വീണ്ടും വാദിക്കാനില്ല, അത് പറ്റും. അവസാന ആൾ പറഞ്ഞു, എന്നാ നീ പറയും. ഞാൻ പറയാം, അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് കേക്ക്, ഞാൻ പറയണം, ലിസൺ ടു മീ. ഓക്കെ, ശരി പറഞ്ഞു. ഞാനിത് പറഞ്ഞപ്പോ ഇയാളും ഇതുപോലെ തന്നെ കുതിച്ച് ചാടുകയാണ്. യെസ് യെസ്, ദാറ്റ്സ് പോസിബിൾ, അത് നടക്കാം. ഞങ്ങൾ 2 പേരും ഓടി ആ എഞ്ചിൻ മുറിയിലേക്ക് ഓടി. ഞങ്ങൾ അവിടെ വർക്കേഴ്സെല്ലാം വിളിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഐഡിയ അങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഇതാ ആ മെഷീൻ്റെ ബട്ടൺ അമർത്തിയപ്പോൾ ഭയാനകമായ മെഷീൻ മുഴുവൻ ബിൽഡിങ്ങിനെയും വിറപ്പിച്ചുകൊണ്ടിങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു. Praise the Lord. Hallelujah. ആ നിമിഷത്തെ കുറിച്ച് ഓർത്തു നോക്കും. ഉടനെ ഞങ്ങൾ ചെന്നു. അവിടെ ന്യൂസ്, ഫാക്ടറി മുഴുവനും വലിയ ന്യൂസായി. എഞ്ചിനീയർ ഓഫീസർമാരും ചീഫ് എഞ്ചിനീയറും അവരുടെ വലിയ വലിയ ആളുകൾക്ക് ഒരു സമാധാനമായി. ഉടനെ ന്യൂസ് ജർമ്മനിയിൽ വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ തിരിച്ചു വന്നു. ഇയാൾ എങ്ങനെയാണ് അപ്പൊ എല്ലാവരും താമസിക്കോളും.
എനിക്ക് അനുമോദനം കിട്ടി, എനിക്ക് ഡബിൾ ഇൻക്രിമെന്റ് കിട്ടി, എനിക്ക് പ്രൊമോഷൻ കിട്ടി. നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമല്ല നമ്മൾ വിജയിക്കുന്നത്. ഹാർഡ് വർക്ക് പ്ലസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. അതിനുശേഷം എവിടെ എന്ത് മിഷന് പ്രശ്നമുണ്ടോ, ആർക്കെങ്കിലും അത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ, കോൾ തോമസ് പോൾ. സത്യം. സോ ഐ വാസ് എ പ്രോബ്ലം ഷൂട്ടർ. എവിടെ പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കും. ഞാനിതാണ് യൂണിവേഴ്സൽ പ്രശ്നം സൊല്യൂഷൻ എന്ന് പറഞ്ഞ മാതിരി. എന്താ എൻ്റെ യൂണിവേഴ്സൽ സൊല്യൂഷൻ? I know someone who knows everything. നമ്മുടെ അന്നത്തെ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമേ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലേക്ക് ഇറങ്ങണമെങ്കിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു തത്വം. അതാണ് ഈശോ പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രം ഭാഗ്യവാന്മാർ. ഞാൻ ദരിദ്രനാണ്, എനിക്കൊന്നും അറിയില്ല കർത്താവേ, എനിക്ക് നീ വെളിപ്പെടുത്തി തരണേ. കോൺട്രറി, ഇതാണ് അന്നത്തെ കാലത്ത് യേശുവിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെയുള്ളവർ വന്നു ഇങ്ങനെ വായിൽ നോക്കിയിരിക്കുകയാണ്. ഒരു ദിവസമല്ല, രാവും പകലും 2-3 ദിവസമൊന്നും അവർ പോകാണ്ടിരിക്കുകയാണ്. അവർ അന്തം വിട്ടിരിക്കും. അല്ല, ഇത് നമ്മുടെ അച്ഛൻ ഔസേപ്പിന്റെ മകനല്ലേ, ഇത്രയും വലിയ ജാലം എവിടെ നിന്ന് കിട്ടി? എന്തോ ഒരു രസമാണ് ഇവൻ പറയുന്നത് കേൾക്കാൻ. ഇങ്ങനെ ഒരു കൂട്ടർ ഇല്ലേ, അവർക്ക് ആ ജ്ഞാനം കിട്ടി. മറ്റൊരു കൂട്ടരാണ് ദൂരെ, ഇതൊക്കെ ഞങ്ങൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിയമജ്ഞരാണ്. അവരവരുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടിയും. അപ്പൊ ഈ നെറ്റിപ്പട്ടെന്ന് നമ്മൾ മലയാളത്തിൽ കേട്ടാൽ ആനയുടെ നെറ്റിപ്പട്ടത്തിനെ നമ്മൾ ഉടനെ ഓർമ്മ വരിക. എന്താ അവിടെ നെറ്റിപ്പട്ടം എന്ന് പറയുന്നത്? ഇംഗ്ലീഷിൽ വായിച്ച വചനം, ഇൻ ഇംഗ്ലീഷ് എതിരാ വചനം 20 മത്തായി 23:5 They have broadened their phylacteries. Phylacteries എന്താ പറയുന്നത്? 23:5 നെറ്റിപ്പട്ടല്ലേ? മത്തായി 23:5 എന്താ ചെയ്തേക്കുന്നത്? Your blind guides